ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. അങ്ങനെ ശാന്തയെ കൊണ്ട് ശാരികയുടെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ വന്ന രാജേന്ദ്രന് ഇന്നും പണി പാളി. രാജേന്ദ്രൻ ഇങ്ങനെ ആകെ ശവിച്ച് ശാന്തയെ ചീത്തയൊക്കെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോവുക. തിരിച്ച് വീട്ടിലോട്ടല്ലേ ചെല്ലണ്ട്. രാജേന്ദ്രൻ്റെ കൈയുടെ ചൂടറിയാവുന്നതുകൊണ്ട് ശാന്തയ്ക്കൊരു പേടി. ശാന്ത വന്ന് പതുക്കെ ഇങ്ങനെ വെളിയിലോട്ടൊക്കെ നോക്കുക. രാജേന്ദ്രൻ്റെ പൊടി പോലും അടങ്ങും കാണാനില്ല. അഡ്വക്കേറ്റ് അരുണയുടെ ഭർത്താവ് മൂർത്തിയും അച്ഛനും ഹോസ്പിറ്റലിൽ പോയിട്ട് വരുവാണ്. അരുണയും അമ്മയും എല്ലാം അങ്ങോട്ട് ഓടിച്ചെല്ലുക. അച്ഛൻ പറയാം, ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയെന്നും പറഞ്ഞ് നിങ്ങളെല്ലാവരും എന്നെ ഒരു രോഗിയാക്കാൻ പോകുക. എൻ്റെ കാർത്തിയായനി, എനിക്ക് ഒരു കുഴപ്പമില്ല. 1-2 ടെസ്റ്റുകൾ നടത്താൻ വേണ്ടി പോയതല്ലേ. അതും ഡോക്ടറെ നിർദ്ദേശപ്രകാരമല്ലേ ഞാൻ പോയത്. അപ്പോൾ ദുർഗ അങ്ങോട്ട് വരുന്നുണ്ട്. ആഹാ, നീ ഇന്ന് സ്കൂളിൽ പോയില്ലേ? വിവരം അറിഞ്ഞപ്പോൾ എനിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്താ, അതിപ്പോൾ വലിയ കുഴപ്പമായോ? അതേ മോളെ, വലിയ കുഴപ്പമായി. നിങ്ങളെല്ലാവരും എൻ്റെ ചുറ്റും നിന്ന് എന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ തന്നെ കരുതും ഞാനൊരു രോഗിയാണെന്ന്. മൂർത്തി പറയാം, അച്ഛനൊരു കുഴപ്പമില്ല. അച്ഛനെ ആരും പിടിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. ഞാൻ അച്ഛനെ റൂമിൽ കൊണ്ട് കിടത്തിക്കോളാം. ഹോസ്പിറ്റലിൽ 1-2 ടെസ്റ്റിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ അച്ഛനുണ്ട്. ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് മാറും. അരുണ പറയാം, ഞാൻ അച്ഛൻ്റെ റൂമൊക്കെ തൂത്ത് തുടച്ച് ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി അച്ഛൻ അവിടെ ചെന്നൊന്ന് കിടന്നാൽ മാത്രം മതി. അപ്പോഴത് കൊള്ളാലോ. അച്ഛനെ അപ്പോൾ എന്നേക്കുമായി കിടത്താനങ്ങ് തീരുമാനിച്ചു. മൂർത്തി പറയാം, അങ്ങനെയാണോ അച്ഛാ പറഞ്ഞതിൻ്റെ അർത്ഥം? അച്ഛൻ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് അവൻ്റെ അച്ഛനെ ഇങ്ങോട്ട് റൂമിലോട്ട് പോവുക. കൂടെ അരുണയും പോകുന്നുണ്ട്. ദുർഗ ഇങ്ങനെ നോക്കി നിൽക്കുക. അമ്മ ചോദിക്കുക, നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? നീ സ്കൂളിൽ നിന്ന് വന്നതല്ലേ, നിനക്ക് ഞാനൊരു ചായ എടുക്കാം. വലിയ ഗൗരവത്തിലാണ് ദുർഗ. എനിക്കായിട്ട് ചായ ഒന്നും എടുക്കണ്ട. സ്കൂൾ മാനേജർക്കേ അവിടെ ചായ ക്യാൻറ്റീനിൽ കിട്ടും. അല്ലെങ്കിൽ ഞാനിങ്ങോട്ട് കയറി വരുന്ന ആർക്കും പിടിക്കത്തില്ലല്ലോ. എൻ്റെ മോളെ, നീ ഇങ്ങനെ അതും ഇതും പറഞ്ഞ് വഴക്കൊന്നും ഉണ്ടാക്കണ്ട. മോള് കുറച്ചു നേരം അച്ഛൻ്റെ അടുത്ത് പോയിരിക്കും. എന്തിന്? അന്ന് അച്ഛൻ്റെ അടുത്തൊന്നും മാറാത്ത 2 പേരുണ്ടല്ലോ ഇവിടെ. എന്നേക്കാളും ഇഷ്ടം അച്ഛനിപ്പോൾ അവർ 2 പേരോടാ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു 7ാം കൂലിയാണല്ലോ. ഞാൻ പോവാ. എടി നിൽക്കടി മോളെ, ഞാൻ ചായ ഇട്ട് തരാം. അതെ, നിങ്ങളുടെ മരുമോക്ക് കൊണ്ട് കൊടുക്ക്. ഒരുപാട് സ്നേഹം അഭിനയിച്ച് കഷ്ടപ്പെടുന്നതല്ലേ. മൂർത്തി ആകെ സങ്കടപ്പെട്ടിരിക്കുക. അരുണ വന്ന് ചോദിക്കും, എന്താ മൂർത്തി, എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ. എന്താ മൂർത്തി പറയുന്നത്? അച്ഛൻ്റെ ശരീരം മുഴുവൻ ക്യാൻസർ പടർന്നു കഴിഞ്ഞു. 3-4 മാസം മാത്രമേ ഉള്ളൂ അച്ഛൻ്റെ ആയുസ്സെന്ന് ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞു. അയ്യോ മൂർത്തി, അപ്പം നമ്മുടെ അച്ഛൻ? അത് പറയാനാരണേ ഡോക്ടർ നമ്മളെ വിളിപ്പിച്ചത്. എൻ്റെ ഈശ്വര, അമ്മ ഇതെങ്ങനെ സഹിക്കും? അമ്മയെ വിവരം അറിയിക്കണം, ഒപ്പം ചേച്ചിയെയും. എനിക്ക് ഈ വിവരം അവരോട് പറയാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് അരുണ തന്നെ ഈ വിവരം അവരോട് പറയണം. അയ്യോ മൂർത്തി, ഞാനോ? അതെ, കാര്യങ്ങൾ അറിയിച്ചില്ലെങ്കിലേ അത് പിന്നീട് ചോദ്യത്തിന് ഇടവരും. ഞാൻ തന്നെ പറയണോ മൂർത്തി? അതെ, വേണം. തന്നെക്കൊണ്ടേ അത് പറയാൻ സാധിക്കത്തുള്ളൂ. ഗോപാലകൃഷ്ണൻ ശാരികയുടെ അടുത്ത് വന്ന് പറയുക, മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എൻ്റെ മോളുടെ ഓപ്പറേഷനുള്ള കാശൊക്കെ അച്ഛൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എൻ്റെ മോൾ എഴുന്നേറ്റ് നടക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. അച്ഛാ, അപ്പോൾ ഓപ്പറേഷനുള്ള പണം അച്ഛൻ എങ്ങനെ ഒപ്പിച്ച്? അതൊക്കെ മഹാദേവൻ്റെ കാരുണ്യം കൊണ്ട് നടക്കും. നമ്മൾ ആർക്കും അത്ര വലിയ ദ്രോഹങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ മോളെ. നിൻ്റെ അമ്മയാണെങ്കിൽ ഒരുപാട് പേർക്ക് സഹായിയായിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെയുള്ള നമ്മളെ ഈശ്വരൻ കൈവിടുവോ? എന്നാലും ഇത്രയും വലിയ തുക അച്ഛൻ എങ്ങനെ ഒപ്പിച്ചെന്നാ മോളെ? ഒരു വഴി അടഞ്ഞാൽ 9 വഴി തുറക്കുമെന്നല്ലേ പറയുന്നത്. അതിലൊരു വഴി ഈശ്വരനായിട്ട് കാണിച്ചു തന്നുവെന്ന് മാത്രം കരുതിയാൽ മതി. ശാലിനി അപ്പോൾ ശാരികയുടെ കുഞ്ഞുമായിട്ട് അങ്ങോട്ട് വന്നിരിക്കുക. ചേച്ചിയുടെ കൺമുന്നിൽ തന്നെ ചേച്ചിയുടെ സുന്ദരി മുത്തിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ താലോലിക്കാനോ പറ്റാതെ ശാരിക അങ്ങ് പൊട്ടിക്കരയുക. എൻ്റെ ഈശ്വര, എന്തൊരു വിധിയാണ് എൻ്റെത്. എൻ്റെ പൊന്നുമോളെ എനിക്കൊന്ന് എടുക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ശാരി ചേച്ചിയുടെ അസുഖം ക്ഷീണമൊക്കെ ഇപ്പോൾ ഉടനെ മാറില്ലേ. ഈ പൊന്നുമോളെ തോളിൽ വെച്ചുകൊണ്ട് ചേച്ചി നമ്മുടെ മുറ്റത്തൊക്കെ ഓടി നടക്കും. എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല ശാലിനി. ഞാൻ ഈ കിടപ്പിൽ തന്നെ തീരൂ എന്നേക്കുമായി. അങ്ങനെയൊന്നും പറയാതെ മോളെ. അതിനു വേണ്ടിയിട്ടാണോ ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നതൊക്കെ? നിങ്ങൾ 2 പേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാൻ പുറത്തോട്ടൊന്ന് പോവുക എന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അവിടെ നിന്ന് പോയി. ശാലിനി, ഒരു കാര്യം എനിക്ക് നിന്നോട് മാത്രമായിട്ട് പറയാനുണ്ട്. എന്താ ചേച്ചി? എൻ്റെ മോളെ കൊണ്ട് ഒരിക്കലും എന്നെ അമ്മയെന്ന് വിളിപ്പിക്കരുത്. എന്തൊക്കെ പിച്ചും പെയ്യുക ചേച്ചി പറയുന്നത്? അമ്മയെന്നല്ലാതെ പിന്നെ എന്തോന്നാ വിളിപ്പിക്കേണ്ടത്? അതിനുള്ള ഭാഗ്യം എനിക്കില്ല ശാലിനി. പരസഹായം ഇല്ലാതെ എൻ്റെ പൊന്നുമോളെ എടുക്കാൻ പോലും എനിക്ക് കഴിയില്ല. രോഗിയായി എന്നും കട്ടിലിൽ ശാപമായി കിടക്കുന്ന ഒരമ്മ. എൻ്റെ മോൾക്ക് അങ്ങനെ ഒരു അമ്മ വേണ്ട ശാലിനി, നീ ആയിരിക്കണം എൻ്റെ മോളുടെ അമ്മ. ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? അതുതന്നെയായിരിക്കും ശാലിനി എൻ്റെ മോളുടെ ഭാവിക്ക് നല്ലത്. കളക്ടർ ശാലിനിയുടെ മോള് എന്നറിയപ്പെട്ടാൽ മതി എൻ്റെ ഈ പൊന്നുമോള്. അവിടെ എൻ്റെ മോൾക്ക് കിട്ടുന്ന ആദരവായിരിക്കും. പകരം എൻ്റെ മോളാണെന്നറിയുമ്പോൾ എൻ്റെ മോൾക്ക് കിട്ടുന്ന അറപ്പും വെറുപ്പുമായിരിക്കും. എൻ്റെ മോൾ ആരുടെയും മുന്നിൽ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കരുത്. അതിനുവേണ്ടിയാ ശാലിനി ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുമാത്രമല്ല, രാജീവേട്ടൻ്റെ ആൾക്കാർ ഈ കുഞ്ഞിനെ കൊല്ലാൻ വരെ ശ്രമിച്ചെന്ന് വരും. എൻ്റെ ഈ തങ്കക്കുടത്തിനെ വിട്ടു കൊടുക്കല്ലേ ശാലിനി.
എൻ്റെ ശാരിയേച്ചി സുഖപ്പെടുന്നത് വരെ ഞാൻ എൻ്റെ മക്കളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തു തന്നെ ഈ മോളെ ഞാൻ വളർത്തും. എൻ്റെ കുട്ടികൾക്കൊപ്പം എൻ്റെ മകളായിട്ട് തന്നെ ഇവൾ വളരും. എൻ്റെ ചേച്ചി സുഖമായി വരുന്നത് വരെ മാത്രം ഞാൻ എൻ്റെ ചേച്ചിയെ ഇങ്ങനെ കിടത്താനൊന്നും പോകുന്നില്ല. ചേച്ചി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ പൊന്നുമോള് ചേച്ചിക്ക് തുണയാകുകയും ചെയ്യും. അതൊക്കെ നമ്മുടെ പ്രതീക്ഷയല്ലേ ശാലിനി? അതുപോലൊക്കെ നടക്കണമെന്നില്ലല്ലോ. ഇവളുടെ അമ്മയുടെ കുറവില്ലാതെ വളരണം. അതും നിന്റെ മോളായിട്ട് തന്നെ. എന്തോ ശാരീരിക തീരുമാനം ചൊറപ്പിച്ച പോലെയാണ് പറയുന്നത്. അച്ഛനെക്കുറിച്ച് പറയാൻ മൂർത്തി ഏൽപ്പിച്ച കാര്യം അരുണ വന്ന് അമ്മയെ വിളിച്ചിട്ട് പറയാം, അമ്മേ അച്ഛൻ്റെ കാര്യം എനിക്കറിയാം നീ അത് പറയുമെന്ന്. അച്ഛൻ സുഖമായിട്ട് വന്നപ്പോൾ അച്ഛന് വേണ്ടി നേർന്ന നേർച്ചകളൊക്കെ നടത്തണമെന്നല്ലേ? നാളെ നമുക്ക് 2 പേർ കൂടെ പോയി നടത്താം. എന്താ അരുണേ, നമുക്ക് നാളെ പോകാമല്ലോ. അരുണയ്ക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ല. ശരി അമ്മയെന്ന് മാത്രം പറഞ്ഞു. മൂർത്തിയെയും അരുണയെയും വിളിച്ചിട്ട് അച്ഛൻ പറയാം, കാർത്തിയായനിയോട് എൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞോ? എനിക്കറിയാം നിങ്ങൾക്കത് പറയാനാവില്ലെന്ന്. ഈ വീടിനും ഈ വീട്ടുകാർക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട്. സുബ്രഹ്മണ്യൻ തിരുമുൽപ്പാടിനെ പോയി കാണണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുകയും വേണം. എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞതായിട്ട് പറയുകയും വേണം. തിരുമുൽപ്പാട് വരണം, എന്നാലേ ഈ വീടിനെ പൊതിഞ്ഞു നിൽക്കുന്ന കഷ്ടകാലം മാറും. കുഞ്ഞിനെ കൊടുത്തിട്ട് കാശ് മേടിക്കാമെന്ന് വലിയ പ്രതീക്ഷയുടെ രാജേന്ദ്രന് അത് കിട്ടാത്തന്നെ, കുഞ്ഞിനെ കിട്ടാത്തന്നെ ദേഷ്യത്തിലിരിക്കുക. ശാന്തയാണെങ്കിൽ അവന് ദോശയും ചമ്മന്തിയൊക്കെ വെക്കുന്നത്. ഇതെന്തോന്നാ ദോശ? എന്തിന് കഴിക്കാൻ? എന്താ നിങ്ങൾക്ക് കഴിക്കണ്ടേ? മനസ്സ് ചത്തിരിക്കുന്ന എനിക്കെന്തിനാണ് ഈ ഭക്ഷണം? അതൊന്നും ഇറങ്ങത്തില്ലടി. നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? കുഞ്ഞിനെ എടുക്കാൻ പറ്റത്തില്ലെന്ന് നിങ്ങളങ്ങ് തീർത്ത് പറഞ്ഞേക്കണം. നിനക്കങ്ങനെയൊക്കെ പറയാം. കുഞ്ഞിനെ എടുത്ത് കൊടുത്തില്ലെങ്കിലേ അവരെനിക്ക് തന്ന പണമേ ഞാൻ മടക്കി കൊടുക്കേണ്ടി വരും. എൻ്റെ ഈ അവസ്ഥയിൽ എന്നെ കൊണ്ട് അതൊന്നും കൊടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ ആദ്യം ഈ ദോശ കൊടുക്ക്. നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ആ കാശങ്ങ് കൊടുക്കാന്നേ. എടി ശാന്ത, നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കടം ഞാൻ തന്നെ നിനക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും നമുക്കൊരു വഴി കാണാൻ രാജേട്ടാ. നിങ്ങളൊന്ന് സമാധാനത്തോടെ ഇരിക്കൂ. എൻ്റെ സമാധാനം എൻ്റെ ആത്മഹത്യയിലേ ചെന്ന് നിൽക്കൂ. എൻ്റെ ചിത എരിയുന്നതേ അത് നീ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു? നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ. എൻ്റെ ശാന്തയെ, നമ്മുടെ ഈ കഷ്ടപ്പാടൊക്കെ ഒന്ന് മാറി നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഈ കൊച്ചിനെ അവർക്കെടുത്ത് കൊടുത്താലേ നമുക്ക് കുറച്ച് തുക കൂടി കൈ കിട്ടും. അങ്ങനെ ആ തുക കിട്ടുമ്പോൾ ആദ്യം എൻ്റെ അസുഖം ഭേദമാക്കാം. അതിനുശേഷം എനിക്ക് എന്ത് പണിക്കും പോകാമല്ലോ. അങ്ങനെ ഞാനും കൂടെ പണിയെടുത്താൽ ആ വരുമാനം കൂടി നമ്മുടെ കുടുംബത്തിലേക്കല്ലേ? നമ്മളുടെ 2 പേരുടെയും വരുമാനം ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് എല്ലാ കടവും കൊണ്ട് വീട്ടാൻ ശാന്തേ. കടങ്ങൾ പകുതി തീരുമ്പം തന്നെ സമാധാനവും കിട്ടും, ജീവിക്കാനുള്ള ആഗ്രഹവും കിട്ടും. അങ്ങനെ എന്തൊക്കെ രാജേന്ദ്രൻ അറിയാവോ ആ ട്രിക്സ് എല്ലാം നമ്മുടെ ശാന്തയുടെ അടുത്ത് പറയുക. നമുക്കും എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കേണ്ടേ ശാന്ത? എത്ര കാലമെന്ന് കരുതിയാ ഈ കഷ്ടപ്പാടും ദുരിതമായിട്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നത്? നമുക്ക് നമ്മുടെ ജീവിതമാണ് പ്രാധാന്യം. അത് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാവൂ. ശാന്തയാകെ കൺഫ്യൂഷനാണെന്ന് മനസ്സിലായി രാജേന്ദ്രൻ വീണ്ടും ഉപദേശിക്കുക. യജമാന സ്നേഹമൊക്കെ വേണം, പക്ഷേ അത് നമ്മുടെ നിലനിൽപ്പോടെ നോക്കിയിട്ട് വേണം വേണ്ടത്. ഒരു 10 ദിവസം നീയൊന്ന് വീണ് പോയ ഈ യജമാനൻ എത്ര ദിവസം നോക്കും? കൂടിപ്പോയ 1, 2 അല്ലെങ്കിൽ 5, 6 ദിവസം. അതിൽ കൂടുതലൊന്നും ഇവരാരും നമ്മളെ സഹായിക്കില്ല ശാന്തേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെ തേടി വരുന്ന മഹാഭാഗ്യത്തെ നമ്മൾ തട്ടിത്തെറിപ്പിക്കരുത്. നിനക്കറിയാവോ ശാന്തേ, നമുക്കിപ്പോൾ കിട്ടിയ ഈ മഹാഭാഗ്യമേ നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള നല്ലൊരു സുവർണാവസരമാണ്. നീ നല്ലതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതല്ലേ ബുദ്ധി? നീ എന്തോന്നാ ശാന്തയെ ആലോചിക്കുന്നത്? ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ തിന്ന ചോറിൻ്റെ നന്ദി ഓർത്തോണ്ടിരിക്കുവാണോ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ ശാരദാമ്മയെ ചതിക്കാൻ പറ്റില്ല. രാജേന്ദ്രൻ്റെ ഭാവം അങ്ങ് മാറി. എന്നാൽ നീ ചതിക്കേണ്ടടി. നീ പോയി അവർക്ക് കൂട്ടിരിക്കുക. നശിക്കട്ടെടി, എല്ലാം അങ്ങോട്ട് നശിക്കട്ടെ. ഒരു നിവർത്തിയില്ലാതെ വരുവാണെങ്കിലേ 1 മുഴം കയറിൽ ഞാൻ എൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാം. അതോടെ നിനക്ക് തൃപ്തിയും സന്തോഷമാകുമല്ലോ. പിന്നെ എന്തിനാ നീ പിന്നീട് ഇരിക്കുന്നത്? അങ്ങോട്ടങ്ങ് ഇറങ്ങി പോയിക്കൂടെ? നിനക്ക് അവിടെ ഉള്ളവരോടാണല്ലോടി കൂറ്. അപ്പോൾ നീ അവിടെ തന്നെ പോയി പുറത്തോ. ശാലിനി കുഞ്ഞുമായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയോണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. നീ ഇനി ഇങ്ങോട്ട് വരണ്ട. നീ ഇങ്ങോട്ട് വരണമെങ്കിൽ ആ കൊച്ചിനെ എടുത്ത് എൻ്റെ കയ്യിൽ തരണം. അല്ലെങ്കിൽ നീ ഇനി എൻ്റെ ജീവിതത്തിൽ കാണത്തില്ല. ദാണ്ട നട്ട പാതിരാത്രിക്ക് ഗോപാലകൃഷ്ണനും വേലായുധനും കൂടെ മോഷ്ടിക്കാൻ പോവാണ്. വേലായുധന് കുറച്ചൊക്കെ ധൈര്യമുണ്ട്, പക്ഷേ നമ്മുടെ ഗോപാലകൃഷ്ണൻ ഒട്ടും ധൈര്യമില്ല. വിറച്ചോണ്ടാണ് പോകുന്നത്. എടാ വേലായുധ, കുഴപ്പമാവോ? എടോ താൻ കുഴപ്പമാവോ എന്ന് ചോദിച്ചിട്ട് കുഴപ്പിക്കാതിരുന്നാൽ മതി. അങ്ങനെ പാത്തും പതുങ്ങിയും പേടിച്ചും വിറച്ചും 2 പേരും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞു. അവിടെ വാച്ച്മാൻ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. അവനെയാണ് നോട്ടം. എടാ വേലായുധ, നോട്ട സെക്യൂരിറ്റി കുഴപ്പമാവോ? സെക്യൂരിറ്റി തന്നെ വായിക്കോട്ടെ ഇരുന്ന്. വേലായുധം പറയാം, ഇനി ഒന്നും പേടിക്കണ്ടെന്നേ. ദാണ്ട് അവന് ഉറക്കത്തിൻ്റെ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞു. ഇനി അവൻ അധികം നേരം അവിടെ ഇരിക്കില്ല. ക്ഷേത്രത്തിൻ്റെ പുറയിലുള്ള അന്നദാനപ്പുരയിലാണ് അവൻ്റെ ഉറക്കം. അവനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തൻ്റെ ഊഴവ. ഞാൻ കാണിച്ചെന്ന മെയിൻ സ്വിച്ച് ഉണ്ടല്ലോ, അതങ്ങോട്ട് ഊരണം. ഗോപാലകൃഷ്ണൻ ഒരു ധൈര്യമില്ല, പേടിച്ച് വിറയ്ക്കും. അല്ല വേലായുധ, ആരെങ്കിലും കാണുമോ?
അതിനെ നടയും അടച്ച് ഭഗവാനും ഉറങ്ങി. ഇനി ആര് കാണാന്? പിന്നെ കാണാനുള്ള ആകെ ഒറ്റ ഒരുത്തനാ അതാണ്ട് അവിടെ നിന്ന് ഉറക്കം തൂങ്ങുന്നത്. അങ്ങനെ അവർ പറഞ്ഞതുപോലെ സെക്യൂരിറ്റി ഏതാണ്ട് എണീറ്റ് പോയി ഉറങ്ങാനായിട്ട്. വേലായുധനാണെങ്കിൽ കൈ കരുതിയിരിക്കുന്ന ആയുധങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്തോ തുണിയൊക്കെ വെച്ച് പൊതിഞ്ഞൊക്കെയാണ് എടുക്കുന്നത്. ഗോപാലകൃഷ്ണന് വീണ്ടും സംശയം, അല്ല വേലായുധ, ഭഗവാൻ നമ്മളോടൊപ്പം കൂടെ കാണുമോ? അല്ല, ഈ പൂട്ട് തുറക്കുമ്പോൾ ശബ്ദം കേൾക്കില്ലേ? അത് ശബ്ദം കേൾക്കാതിരിക്കാനല്ലേ ഈ പഴന്തുണി കൈ കരുതിയിരിക്കുന്നത്. അതാണ്ട് ഇത് കണ്ടോ, ഇനി ഇതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം, ശബ്ദം കേൾക്കത്തതേ ഇല്ല. അങ്ങനെ പൂട്ടൊക്കെ തുറന്ന് രണ്ടുപേരും ചെന്നിട്ട് ഭണ്ഡാരപ്പെട്ടി തുറക്കുവാണ്. പെട്ടിയും പൊട്ടിച്ചപ്പോഴത്തേക്ക് നോട്ടുകെട്ടുകൾ ഇങ്ങനെ കുമിഞ്ഞ് വീഴുവാണ്. അത്രയും നോട്ട് കണ്ടപ്പോഴേ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം. എടോ സഞ്ചി ഇങ്ങോട്ട് കാണിക്ക്, എല്ലാം അങ്ങോട്ട് വാരി ഇടണോ എന്നും പറഞ്ഞ് രണ്ടുപേരുടെ പൈസയൊക്കെ ഇങ്ങനെ വാരി നിറയ്ക്കുവാണ്. എടോ ഗോപാലകൃഷ്ണ, ഞാൻ തന്നോട് പറഞ്ഞതല്ലേ, സപ്താഹം നടന്നപ്പോൾ എല്ലാവരും കൂടുതൽ പൈസ ഇട്ടത് ഇതിനകത്താ. വേലായുധ, ഇത്രയധികം പൈസ കാണുമെന്ന് ഞാൻ കരുതിയില്ല. തനിക്ക് എന്തറിയാടോ, ഇന്ന് ഈ ലോകത്ത് ആളുകൾ പൈസ ചെലവാക്കുന്നത് എന്തിനാ? ആയുസ് കൂട്ടാനും വഴിപാടുകൾ നടത്താനുമാണ്. മറ്റുള്ളവരുടെ ഭക്തിയാണ് നമ്മുടെ ചോറെന്ന് കരുതിയാൽ മതി. അല്ല വേലായുധ, ഇത് ഭഗവാന്റെ പൈസയല്ലേ, ഭഗവാന്റെ പൈസ എടുത്താൽ ഭഗവാൻ കോപിക്കില്ലേ? എടാ ഗോപാലകൃഷ്ണ, താൻ പ്രാർത്ഥിച്ചില്ലേ, അപ്പോൾ ഭഗവാൻ നമുക്ക് കൂട്ടു നിന്നോളും. അല്ലെങ്കിൽ തന്നെ ഭഗവാൻ എന്തിനാടോ ഇത്രയധികം പൈസ? ഡോ, ഒന്നും വിട്ടുപോകരുത്, നയാ പൈസ പോലും ഇത് ഇടരുത്, എല്ലാം വാരിയെടുത്തോണം. അങ്ങനെ രണ്ടുപേരും ചേർന്ന് സഞ്ചി നിറയെ രൂപ വാരി കെട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാമെന്നിങ്ങനെ വേലായുധം പറയുമ്പോൾ നമ്മുടെ ഗോപാലകൃഷ്ണൻ പറയാം, വേലായുധ, നമുക്ക് ഈ പെട്ടി പൂട്ടണ്ടേ? വേലായുധന് ദേഷ്യവും ചിരിയും വരുന്നുണ്ട്. തൻ്റെ ഒരു പൂട്ട് വാടോ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് രണ്ടുപേരുടെ അങ്ങോട്ട് ഓടി വരുമ്പോൾ പുറത്തുനിന്ന് രണ്ടുപേർ വർത്താനം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. എന്താ അവിടെ ഒരു ആളനക്കം പോലെ? ആരോ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, കള്ളന്മാരും വല്ലോ ആണോ? അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുക. അയ്യോ വേലായുധ, തണ്ട രണ്ടുപേര് വരുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും പുറത്തു നിന്ന ആൾക്കാർ ഇങ്ങനെ ടോർച്ച് അടിക്കുന്ന നേരെ വേലായുധൻ്റെ മുഖത്തോട്ടാണ്. അയ്യോ കള്ളൻ കള്ളൻ പറഞ്ഞ് അവർ ഓടി വരിക. വേലായുധൻ ഓടുന്നതിൻ്റെ പുറകെ കള്ളൻ കള്ളനും പറഞ്ഞ് അവർ രണ്ടുപേരും ഇങ്ങനെ ഓടുവാണ്. ആ സമയത്ത് ഗോപാലകൃഷ്ണനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ച് പറിച്ച് ഇവിടെ കണ്ട ആ റൂമിനകത്തോട്ട് കയറി കഥ അങ്ങ് അടച്ച് അതിനകത്ത് ഇങ്ങനെ നിൽക്കുക. മോഷ്ടിച്ചെടുത്ത പൈസ ഫുള്ളായിട്ട് ഇതാണ് ഗോപാലകൃഷ്ണൻ്റെ കയ്യിലിരിക്കുന്ന സഞ്ചിയിലാണ് ഇരിക്കുന്നത്. ആ റൂമിനകത്തോട്ട് കയറിയിട്ട് ഗോപാലകൃഷ്ണൻ ആ പണവും സഞ്ചി ഇങ്ങനെ മാറോടെ ചേർത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ശബ്ദവും ബഹളമൊന്നും കേൾക്കുന്നില്ല. എന്നാൽ കഥ തുറന്ന് നോക്കാമെന്ന് കരുതിയിട്ട് ഗോപാലകൃഷ്ണൻ ആ കഥ തുറക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. ഗോപാലകൃഷ്ണൻ ആകെ വരണ്ടുപോയി. അയ്യോ, കഥ തുറക്കാൻ പറ്റുന്നില്ല, കഥകെ പിടിച്ച് ആഞ്ഞാഞ്ഞ് വലിക്കുക. ഒരു തരത്തിലും കഥ തുറക്കാൻ പറ്റുന്നില്ല. കഥ ഓട്ടോമാറ്റിക്കായിട്ട് പൂട്ട് വീണുപോയി. ചങ്ക് പൊട്ടി ഗോപാലകൃഷ്ണൻ കരയുക. എൻ്റെ ഈശ്വര മഹാദേവ, എന്നെ ചതിച്ചോ, എന്നെ ചതിക്കല്ലേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ റൂമിനകത്ത് നിൽക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി എങ്ങനെ ഗോപാലകൃഷ്ണൻ അതിൽ നിന്ന് പുറത്തു വരും? ഇനി ക്ഷേത്രത്തിൽ മോഷണം നടന്നുവെന്നറിഞ്ഞ് ഭരണാധികാരികളും പോലീസും ഒക്കെ വരുമ്പോൾ ഗോപാലകൃഷ്ണനെ കണ്ട് ഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുമോ? ഗോപാലകൃഷ്ണനെ അങ്ങനെ അറസ്റ്റ് ചെയ്താൽ ആ ശാലിനിയുടെ ഗതി എന്താവും? ശാലിനി എങ്ങനെ പിന്നെ നാട്ടുകാരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കും? ഒന്നും ഓർക്കാതെ ഈ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ ശാലിനിയോട് ചോദിച്ചാൽ ശാലിനി അതെല്ലാം ചെയ്യില്ലായിരുന്നോ? വലിയ ആത്മാഭിമാനത്തോടെ മോഷണമാണ് വലുതെന്ന് നോക്കി പോയതാണ്. പക്ഷേ ഇപ്പോഴെന്താ സംഭവിച്ചത്? മോഷണം ഒരിക്കലും ഒരു പരിഹാരമാവുമോ? അപ്പോൾ ഫ്രണ്ട്സ്, ഇനി എന്തായിരിക്കും നാളെ ഗോപാലകൃഷ്ണൻ്റെ സ്ഥിതി? മഹാദേവൻ ഗോപാലകൃഷ്ണനോട് കരുണ കാണിക്കുമോ? ഗോപാലകൃഷ്ണൻ അതിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് നാളത്തെ റിവ്യൂവിൽ നമുക്ക് കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.